ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എന്താ പറയുക, ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ കാണിക്കണില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇന്ന് എന്തായാലും ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു ഡേ ഉണ്ട്. കാരണം ഞങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന്. അത് 35 വർഷം, നമ്മളൊക്കെ എന്താ പറയുക, 35 വർഷം അവർ ഒരുമിച്ച് ജീവിച്ച് ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ആയി ഇത്രയും വർഷം ഞാൻ എത്തിയില്ലേ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും എല്ലാനും ഉണ്ട്. അപ്പോൾ ഫുഡ് ഇപ്പോൾ എന്തായാലും എൻ്റെ വക ആയിക്കോട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷെഫൊന്നുമല്ല ഞാൻ, എന്നാലും എൻ്റെ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എല്ലാ വീട്ടിലും എന്തെങ്കിലും പരിപാടിയൊക്കെ വരണമെങ്കിൽ ഞാൻ തന്നെയാണ് ഫുഡ് വെക്കാറ്. ഇതുവരെ മോശമൊന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു വിശ്വാസത്തിന് മേലാണ് ഞാൻ അത് കയറി പിടിച്ചേക്കണത്. അപ്പോൾ ഞാനപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും മതി, എപ്പോഴും ബിരിയാണി ചിക്കനൊക്കെ അല്ലേ ഉണ്ടാക്കണത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, കുട്ടികൾക്കായാലും ഇഷ്ടമാണ്, ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്, അപ്പോൾ എന്നാൽ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ സാധനങ്ങളൊക്കെ എനിക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്, നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. അങ്ങനെ കലാപരിപാടികളിലേക്ക് കിടന്നുണ്ട്. അപ്പോൾ അതിന് ഷോപ്പിങ്ങിന് പോയ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് കയറി കണ്ടോളൂ. സാധനങ്ങൾ മേടിക്കാൻ പോയൊരു വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. സാധനങ്ങളൊക്കെ മേടിച്ച് അടക്കി പറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്കായിട്ട് വന്നു. പക്ഷേ സ്റ്റാർട്ടിങ്ങിലൊന്ന് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പകുതി എത്തിക്കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. വേഗം ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പകുതിയൊന്നും ഇതിനകത്ത് കിട്ടിയിട്ടില്ല കേട്ടോ. ചിക്കൻ കഴുകി മസാലയൊക്കെ തേച്ച് വെക്കുന്നത് അതൊന്നും കിട്ടിയില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ ഓഫായി പോയി, അപ്പോൾ വീഡിയോ എടുക്കാനും പറ്റിയില്ല. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഈ വീഡിയോയിലുണ്ട്. പക്ഷെ ഞാൻ എന്നാലും തരണം ചെയ്ത് കുറേയൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ല ഇതൊന്നും ഒരു എന്താ പറയുക ഒന്നുമില്ലാത്ത രീതിയിലാക്കി വെച്ചല്ലോ എന്ന്. എന്നാലും ഞാൻ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കണം. ബീൻസും ക്യാരറ്റും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാബേജ് ഞാൻ ഓൾറെഡി മുന്നേ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ചോറ് നേരത്തെ വേവിച്ച് വയ്ക്കില്ല. ഇപ്പം ഉണ്ടാക്കി തുടങ്ങണില്ല, കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ചോറ് വേവിച്ച് ഏതായാലും മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. തണുത്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ട് പിന്നെ ഈവനിങ്ങുള്ള പരിപാടി, അപ്പോൾ അപ്പോഴേക്കും ഉണ്ടാക്കി തുടങ്ങിയാൽ മതിയല്ലോ. ഞാൻ എന്തായാലും ഉച്ചയായപ്പോഴേക്ക് പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. നേരത്തെ നമ്മൾ തുടങ്ങി വയ്ക്കുകയാണെങ്കിൽ പിന്നെ ആ നേരത്തെ അത്രയും നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ചോറൊക്കെ വേവിച്ച് വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോയിട്ടാണ്. വേറെ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ നേരം 4 മണിയൊക്കെ കഴിഞ്ഞ പിന്നെയാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത് കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് ഞാൻ ചിക്കൻ എടുത്തിട്ട് പൊരിക്കുക, ചില്ലി ചിക്കന് വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്യണമല്ലോ. അപ്പോൾ ചില്ലി ചിക്കൻ്റെ മസാലയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഞാനപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ചില്ലി ചിക്കൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അന്നാരും മോശമൊന്നും പറഞ്ഞില്ല. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ വീണ്ടും ഉണ്ടാക്കുകയാണ് കേട്ടോ. എങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ സൂപ്പർ ടേസ്റ്റ്, നല്ല സൂപ്പർ ടേസ്റ്റ്. ആരും മോശം പറഞ്ഞില്ല, എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. കുട്ടികൾക്കായാലും വന്നവർക്കായാലും എല്ലാവരും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേതായാലും നന്നായില്ല, ഇതുവരെ ആരും കുറ്റം പറയില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഫോൺ അപ്പോഴേക്കും ഓഫായി പോയി. പിന്നെ അത് ചാർജിലിടാനായിട്ട് പോയി. പിന്നെ പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു, ഇപ്പോൾ മഴയൊന്നും തോർന്നിട്ടുണ്ട്. അപ്പോൾ 6 മണിയൊക്കെ ആവാറായിട്ടുണ്ട്, 6 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഞാനപ്പോൾ ഉണ്ടാക്കി തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ബീൻസും ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ പറയണില്ല. റെസിപ്പി വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ വേറെ ഷോർട്സ് ആക്കി ഇടാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണേ ഉള്ളൂ. ബീൻസും ക്യാരറ്റൊക്കെ സൺഫ്ലവർ ഓയിലിൽ വഴറ്റി നമ്മുടെ മറ്റേ ഉപ്പേരിക്ക് എന്നുണ്ടാക്കണം പോലെ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വെന്ത് വരേണ്ട ആവശ്യമുണ്ട്. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ മാത്രം മതി ഫ്രൈഡ് റൈസിന്. അങ്ങനെ അതിനകത്ത് കുറച്ച് പഞ്ചസാരയും കുറച്ച് മറ്റേ ഗ്രീൻ ചില്ലില്ല ചില്ലി സോസും കൂടി ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ റൈസ് ഇടാണ്ട്. അപ്പോൾ റൈസ് കൂടിപ്പോയി, കാരണം അരി കൂടുതലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇത്രയും തികഞ്ഞുള്ളൂ. പിന്നെ ഞാൻ വേറെ പാത്രത്തിലാണ് ഉണ്ടാക്കിയത് ബാലൻസ് റൈസ്. അപ്പോൾ ഇതിനകത്ത് ഒതുങ്ങണത് ഞാൻ ഉണ്ടാക്കി. പക്ഷെ കുറച്ചുകൂടി വലിപ്പമുള്ള ഉരുളി പോലത്തെ പാത്രമാണ് ശരിക്കും നല്ലത്, കാരണം ഇത് ഇളക്കി മറയ്ക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയൊരു വാവട്ടമുള്ള പാത്രം നല്ലത്. എൻ്റെ കയ്യിൽ ബിരിയാണി പോട്ടിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ബാക്കിയത്തെ റൈസ് ഞാൻ വേറെ ഉരുളിയിലാണ് ഉണ്ടാക്കിയത്. അതാകുമ്പോൾ നല്ലോണം ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാനായിട്ട് പറ്റും. ഫ്രൈഡ് റൈസിന് എന്ന് പറഞ്ഞാൽ ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണമല്ലോ. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ കൊണ്ട് പിന്നെ വേഗം പോയി കുളിച്ച് ഡ്രസ്സുമായി റെഡി. പിള്ളേരൊക്കെ നേരത്തെ റെഡിയാക്കി ആങ്ങളെ കൊണ്ടുപോയിരുന്നു.
അതിന് പിന്നെ വന്ന് ഫുഡൊക്കെ എടുത്ത് ഗിഫ്റ്റുകളൊക്കെ ഉണ്ടല്ലോ സർപ്രൈസ് ആയിട്ടുള്ള, അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടാ. വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ ഡെക്കറേഷൻ, അങ്ങനെ വലിയ ഡെക്കറേഷൻ ഒന്നും പറയില്ല, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ രീതിയിൽ കുറേയൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ബലൂണൊക്കെ വെച്ച് പിള്ളേരൊക്കെ എന്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞാൽ ചെറിയൊരു പ്രയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രയറൊക്കെ ചൊല്ലിയിട്ട്, അപ്പോൾ ബൈബിള് വായിക്കാനായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വായിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് ബൈബിള് വായിച്ചു, അവനെ കൊണ്ട് വായിപ്പിച്ചു. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഒരു തലകയോടെ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ എടുക്കലും ഒരു തലകയോടെ നടക്കുന്നുണ്ട് കേട്ടോ. തൊട്ട് ഗായക സംഘ നേതാവിന് ദാവീദിന്റെ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു കേട്ടോ. വീട്ടിൽ ആരുടെ ബർത്ത്ഡേ പാർട്ടി വന്നാലും കേക്ക് കട്ട് ചെയ്യുന്നത് ഈ രണ്ട് ടീമുകാരായിരിക്കും. ആരുടെ ബർത്ത്ഡേക്ക് ആയാലും വേണ്ടിയില്ല, ഇവർ രണ്ടുപേരാണ് കേക്ക് കട്ട് ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ ആരുടെ ബർത്ത്ഡേയിലും പിള്ളേരാണ് ഫസ്റ്റ് കേക്ക് കട്ട് ചെയ്യണേ. അങ്ങനെ കേക്ക് ഒരു കട്ട് ചെയ്ത് നല്ല നട്ടി ബബിളിൻ്റെ കേക്കാണ് ഞങ്ങൾ വാങ്ങിച്ചത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. അവൾക്ക് സ്പെഷ്യലായിട്ട് താങ്ക്സ് കൊടുക്കുന്നുണ്ട്. നല്ല കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഡുണ്ടു അതിൽ തോണ്ടി തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ അപ്പച്ചൻ കേക്ക് എടുത്ത് അമ്മയുടെ കയ്യിലാണ് കൊടുത്തത്. അപ്പോൾ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കയ്യിൽ കൊടുത്തത്, വായിൽ വെച്ച് കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും രണ്ടാമത് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിള്ളേരായിട്ട് ഇടകൂടെ തോണ്ടി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല ചെകപ്പൊക്കെ ആയിരുന്നു രണ്ടെണ്ണങ്ങളും. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഓരോന്ന് അനൗൺസ് ചെയ്യണം, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോഴാണ് ഓരോന്ന് ചെയ്യണത്. അപ്പോൾ അവരങ്ങനെ ഞങ്ങൾ പറയുന്ന പോലെ കേട്ട് കണ്ട. അപ്പോൾ അമ്മയ്ക്ക് വീണ്ടും വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. അതായത് പിന്നെ ആങ്ങളുടെ റോൾ എത്തി. അപ്പോൾ പിന്നെ അനീതിമാർ വീഡിയോ കോളിൽ ചെയ്തിട്ട് വിഷയം കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്നൊന്ന് യൂട്യൂബിൽ കാണിച്ചു കൊടുക്ക്, എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യണത് റെക്കോർഡ് ചെയ്ത് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അവർ എല്ലാവർക്കും ഹായ് ഒക്കെ തരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആങ്ങളുടെ റോളായിട്ടാണ് നല്ലൊരു സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇത് കാര്യം നമ്മൾ വീട്ടുകാർ മാത്രമല്ല ചെറിയൊരു രീതിയിലാണെങ്കിലും അതൊക്കെ ഒരു സന്തോഷമല്ലേ. നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആ ഒരു സന്തോഷമൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും നാളവർ ഒരുമിച്ച് ഇണക്കത്തിലും പിണക്കത്തിലും സുഖത്തിലും സന്തോഷത്തിലും എന്നൊക്കെ കടന്ന് പറയില്ലേ, നമ്മൾ പറയില്ലേ, അങ്ങനെ അവർ ജീവിച്ച് 35 വർഷം കീഴടക്കി കഴിഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷം നമ്മൾ കൊടുക്കണ്ടേ. അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ സന്തോഷം നമ്മുടെ വീട്ടിൽ നടത്തുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ സർപ്രൈസായിട്ട് ആങ്ങളെ കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടോ ഫോൺ. പക്ഷേ അപ്പച്ചന് തീരെ ഇഷ്ടപ്പെട്ടില്ല ഫോൺ വാങ്ങിച്ചു കൊടുത്തത്. ഇത്രയും വില കൂടി ഇത്രയും വിലയ്ക്ക് ഫോൺ വാങ്ങി തന്നെ എന്തിനാന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ആളതപ്പോൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ഫോൺ വേണ്ട, എനിക്ക് ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇത് തിരിച്ചു കൊടുത്തേക്ക്, മേടിച്ച സ്ഥലത്തേക്ക് തിരിച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞു. ഫോൺ നമുക്ക് അങ്ങനെ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഞങ്ങളിത് അൺബോക്സ് ചെയ്ത് നോക്കിയിരുന്നു. അതാണ് അതിൻ്റെ പാക്കറ്റൊക്കെ കീറിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ചാർജിലൊക്കെ കുത്തിയിട്ടായിരുന്നു എങ്ങനെയുണ്ടെന്ന് അറിയാൻ. പക്ഷെ അപ്പച്ചനത് വേണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ കയ്യിൽ പിടിച്ചു ആൾ. പിന്നെ ചെരുപ്പ്, ഞാൻ കൊടുത്ത ഗിഫ്റ്റിൻ്റെ ക്ലിപ്പൊന്നും ഇതിന് കാണാനില്ല. ഞാനതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും കാണാനില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചു. പിന്നെ ഇനിയും കുറേ വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ക്ലിപ്പുകളൊന്നും ഇതിനകത്ത് കാണാനില്ല. അങ്ങനെ ലാസ്റ്റ് ചെറിയൊരു വീഡിയോ ഒക്കെ ആക്കി എടുത്തു ഞാനിത് ക്ലിപ്സൊക്കെ കൂട്ടിയിട്ട്. പകുതിയൊന്നും ഇതിനകത്ത് ഇല്ല, എന്നോട് ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബായ്.